ഫോണിന് നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ അറിയാം, നിങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങൾ അറിയാം, നിങ്ങളുടെ OTP അറിയാം, നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാം. നിങ്ങൾ അറിയാതെ ഒരു അപരിചിതന് ഇതൊക്കെ കാണാൻ കഴിഞ്ഞാലോ? പേടിക്കേണ്ട, സെക്യൂരിറ്റി കൂട്ടാൻ വഴികളുണ്ട്. ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഫോണിന്റെ സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് പോലും പണത്തിനും സ്വകാര്യതയ്ക്കും സമാധാനത്തിനും വലിയ വില നൽകേണ്ടി വരും. ടെക്നോളജിയെ ഭയക്കാതെ നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫോൺ ഒരു പോക്കറ്റ് കമ്പ്യൂട്ടറും വാലറ്റും ID കാർഡും പോലെയാണ് ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത്. ഓൺലൈൻ തട്ടിപ്പുകളും വ്യാജ ലിങ്കുകളും സോഷ്യൽ മീഡിയയിലെ തട്ടിപ്പുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഇരകളും ഇതൊന്നും തനിക്ക് സംഭവിക്കില്ല എന്നൊരിക്കൽ കരുതിയവർ തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ലോക്കും പാസ്വേഡുകളും ശക്തമാക്കുക എന്നതാണ്. ഇത് പൊതുവെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ശക്തമായ സ്ക്രീൻ ലോക്ക് ഉപയോഗിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിൻ, പാറ്റേൺ അല്ലെങ്കിൽ ബയോമെട്രിക് ലോക്ക് ഉപയോഗിക്കാം. 1234 000 ജനനവർഷം അല്ലെങ്കിൽ ആർക്കും ഊഹിക്കാൻ കഴിയുന്ന ലളിതമായ പാറ്റേണുകൾ പോലുള്ള പിന്നുകൾ ഒഴിവാക്കുക. പ്രധാനപ്പെട്ട അക്കൗണ്ടുകളായ ഇമെയിൽ, ബാങ്കിംഗ്, UPI ആപ്പുകൾ, സോഷ്യൽ മീഡിയ എന്നിവയ്ക്ക് ശക്തവും വ്യത്യസ്തവുമായ പാസ്വേഡുകളോ പാസ് ഫ്രേസുകളോ ഉപയോഗിക്കുക. വാക്കുകൾ, അക്കങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവയുടെ കോമ്പിനേഷനാണ് പാസ് ഫ്രേസുകൾ എന്ന് പറയുന്നത്. എല്ലാത്തിലും 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 ഫാക്ടർ വെരിഫിക്കേഷൻ ഓൺ ചെയ്യുക എന്നതാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം. ഏറ്റവും മികച്ച പാസ്വേഡ് പോലും ചിലപ്പോൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മിക്ക ആപ്പുകളും ഇപ്പോൾ 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ വാഗ്ദാനം ചെയ്യുന്നത്. ഒരാൾക്ക് നിങ്ങളുടെ പാസ്വേഡ് അറിയാമെങ്കിൽ പോലും ഫോണിലേക്കോ ആപ്പിലേക്കോ അയച്ച ഒരു കോഡ് ആവശ്യമായി വരുമ്പോൾ സ്വാഭാവികമായും ഫോണിന് കുറച്ചുകൂടി സുരക്ഷയുണ്ടാകും. ഇമെയിൽ അക്കൗണ്ടുകൾ, സോഷ്യൽ മീഡിയ, പേയ്മെന്റ് ആപ്പുകൾ, ബാങ്കിംഗ് ആപ്പുകൾ എന്നിവയിലൊക്കെ ഇത് ഓൺ ചെയ്യുന്നതാണ് നല്ലത്. ഓരോ ആപ്പിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഏതാനും മിനിറ്റുകൾ മാത്രമേ എടുക്കൂ. ഇത് പല ഹാക്കിംഗ് ശ്രമങ്ങളെയും തൽക്ഷണം തന്നെ തടയാൻ സഹായിക്കും. ലിങ്കുകൾ, മെസ്സേജുകൾ, കോളുകൾ എന്നിവയിൽ ശ്രദ്ധിക്കുക എന്നതാണ് അടുത്തതായി ചെയ്യാനുള്ളത്. ഇന്നത്തെ കാലത്ത് തട്ടിപ്പ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഫിഷിംഗ് രീതിയിലാണ്. വ്യാജ സന്ദേശങ്ങൾ, ലിങ്കുകൾ അല്ലെങ്കിൽ കോളുകൾ വഴി നിങ്ങളെ കബളിപ്പിച്ച് നിങ്ങളുടെ വിവരങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്ന രീതിയാണിത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടും, നിങ്ങൾക്കൊരു സമ്മാനം ലഭിച്ചു, നിങ്ങളുടെ KYC ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകളോ ലിങ്കുകളോ ആയിരിക്കും ലഭിക്കുക. അപരിചിതമായ നമ്പറുകളിൽ നിന്നോ സംശയാസ്പദമായ വാട്സപ്പ്, SMS സന്ദേശങ്ങളിൽ നിന്നോ ഉള്ള ലിങ്കുകളിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. OTP, പിൻ, CVV അല്ലെങ്കിൽ കാർഡ് വിശദാംശങ്ങൾ എന്നിവയൊന്നും ആരുമായും പങ്കിടരുത്. ബാങ്ക് ജീവനക്കാർ ഒരിക്കലും അവ ഫോണിലോ മെസ്സേജിലോ ആവശ്യപ്പെടില്ല. അയച്ചയാളുടെ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ശ്രദ്ധാപൂർവം പരിശോധിക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത്. തട്ടിപ്പുകാർ പലപ്പോഴും സമാനമായ പേരുകളോ വിലാസങ്ങളോ ഉപയോഗിക്കാറുണ്ട്. സംശയമുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഔദ്യോഗിക വെബ്സൈറ്റോ ആപ്പോ നേരിട്ട് സന്ദർശിക്കുക. അതുപോലെ വിശ്വസനീയമായ സ്റ്റോറുകളിൽ നിന്ന് മാത്രം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും ശ്രദ്ധിക്കുക. പലരും ഫിഷിംഗ് ലിങ്കുകളിൽ നിന്നോ അനൗദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്നോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് പ്രശ്നങ്ങളിൽ അകപ്പെടാറുണ്ട്. പലപ്പോഴും ഇത്തരം ആപ്പുകൾ ഉപയോഗപ്രദമായി തോന്നാമെങ്കിലും ഡാറ്റ മോഷ്ടിക്കുകയോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മാൽവെയറുകൾ അവയിൽ ഉണ്ടാവുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ആപ്പ് പെർമിഷൻസും പ്രൈവസി സെറ്റിംഗ്സും പരിശോധിക്കുക എന്നതും പ്രധാനമാണ്. പല ആപ്പുകളും ക്യാമറ, മൈക്രോഫോൺ, കോൺടാക്റ്റുകൾ, ലൊക്കേഷൻ, ഫോട്ടോസ് എന്നിവയിലേക്ക് ആക്സസ് ചോദിക്കാറുണ്ട്. ചിലതിന് അത് ആവശ്യമാണ്, ചിലതിന് ആവശ്യമില്ല. ആപ്പ് പ്രവർത്തിക്കാൻ ആവശ്യമില്ലാത്ത അനുമതികൾ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ കഫേകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ മാളുകളിലോ സൗജന്യ വൈഫൈ ഉപയോഗിക്കുന്നത് സൗകര്യപ്രദമായി തോന്നിയേക്കാം. പക്ഷേ നെറ്റ്വർക്ക് സുരക്ഷിതമല്ലെങ്കിൽ അത് അപകടകരമാണ്. ഒരേ നെറ്റ്വർക്കിലുള്ള ഹാക്കർമാർ ചിലപ്പോൾ നിങ്ങളെ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പൊതു വൈഫൈ ഉപയോഗിക്കുമ്പോൾ ബാങ്കിംഗ്, പേയ്മെന്റുകൾ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കുക. ഓപ്പൺ നെറ്റ്വർക്കുകളിലേക്ക് ഓട്ടോ കണക്ട് ചെയ്യുന്നത് ഓഫ് ചെയ്യുക. പ്രധാനപ്പെട്ട ഇടപാടുകൾക്ക് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുക. ഒപ്പം ഹോം വൈഫൈക്ക് ശക്തമായ പാസ്വേഡ് സജ്ജീകരിക്കുക. അതെല്ലാവരുമായി പങ്കിടരുത്. ഫോൺ അപ്ഡേറ്റ് ചെയ്യുകയും ബാക്കപ്പ് ചെയ്യുകയും ചെയ്യുന്നതും നല്ലതാണ്. അപ്ഡേറ്റുകൾ പുതിയ ഫീച്ചറുകൾക്ക് വേണ്ടി മാത്രമല്ല, അവ സുരക്ഷാ പിഴവുകളും പരിഹരിക്കുന്നുണ്ട്. സിസ്റ്റം അപ്ഡേറ്റുകളും സെക്യൂരിറ്റി പാച്ചുകളും ഇൻസ്റ്റാൾ ചെയ്യുകയും പ്രധാനപ്പെട്ട ആപ്പുകൾ, പ്രത്യേകിച്ച് ബ്രൗസറുകൾ, പേയ്മെന്റ് ആപ്പുകൾ, മെസ്സേജിംഗ് ആപ്പുകൾ എന്നിവ പതിവായി അപ്ഡേറ്റ് ചെയ്യുകയും വേണം. ലൊക്കേഷൻ ടാഗുകൾ, ഐഡികളുടെയോ ടിക്കറ്റുകളുടെയോ ചിത്രങ്ങൾ, കുട്ടികളുടെ സ്കൂൾ പേരുകൾ, യാത്രാ പ്ലാനുകൾ, സാമ്പത്തിക സ്ക്രീൻഷോട്ടുകൾ തുടങ്ങിയവ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിലും ശ്രദ്ധ വേണം. ഈ വിവരങ്ങൾ തട്ടിപ്പുകൾക്കും സ്റ്റോക്കിങ്ങിനും ഐഡന്റിറ്റി മോഷണത്തിനും ദുരുപയോഗം ചെയ്യപ്പെടാം. ഇത്രയും കാര്യങ്ങളിൽ ശ്രദ്ധ കാണിച്ചാൽ ഫോണിലൂടെയുള്ള തട്ടിപ്പുകൾ കുറയ്ക്കാൻ സാധിക്കും. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ സാമ്പത്തികാവസ്ഥയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.